ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. ഓക്കെ, ശ്രീ ആരിഫ്, യഥാർത്ഥത്തിൽ എന്താണ് ഇതിലെ ബേസിക്കായ പ്രശ്നം എന്നതാണ് താങ്കൾക്ക് ബോധ്യപ്പെടുന്നത്? ബേസിക്കായ പ്രശ്നം ഇസ്ലാം തന്നെയാണ്, അതിലൊരു സംശയമില്ല. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്, ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന CP അബ്ദുൽ എന്താണ് ആള് പോലും സലീം ആളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിലാൽ ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം എന്താണ്, ഇവിടുത്തെ പ്രശ്നം പഠനമില്ലായ്മയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിന് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്ന എന്താണ്, ആഭാസം എന്ന് വിളിച്ചത് ഫൈസി, ഇതേപോലെ അല്പവസ്ത്രധാരികളുടെ അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചത് ഇവിടെ മറ്റൊരാള്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഞങ്ങളുടെ വകയിലൊരു ജ്യേഷ്ഠനായിട്ട് ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് എന്നും അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന എയറോബിക് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും മറ്റ് നിരീക്ഷണങ്ങളും അവിടെ ഉണ്ടായിരിക്കെ ലഹരിയിൽ ഇതിനെന്തോ ഗുണമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വലിയ കൊണാണ്ട്രം ചോദ്യമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവർ ശ്രമിക്കുന്നത്, ഇവർക്ക് ഉണ്ടായിപ്പോയിട്ടുള്ള ഒരു അബദ്ധം അല്ലെങ്കിൽ പിടിക്കപ്പെട്ടുള്ള ഒരു അവസ്ഥ ഈ പറയുന്ന താലിബാനിസ് ഇവിടെ ഇറക്കാൻ നോക്കി, അതായത് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ഇവിടെ ഇറക്കാൻ നോക്കിയപ്പോൾ അത് പിടിക്കപ്പെട്ടു. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ഇവിടെ എന്താ പറഞ്ഞത്, ഇതില് എന്താണ് ഇതിന്റെ സാംസ്കാരിക ശൂന്യത എന്നാണ് ചോദിച്ചപ്പോൾ ഒരെണ്ണം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. കുത്തി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, അല്പവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ശരി, ഇതിലിപ്പോ കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ധരിച്ചതുകൊണ്ട് അവരുടെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് എന്നുള്ള രീതിയിൽ അത് ചെയ്യുന്ന മുതിർന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. സ്കൂൾ കുട്ടികളടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വിവേകമില്ലാത്ത സമരിയക്കാരൻ, നിന്റെ കഥ ഞാനിപ്പോ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഇവിടെ അത് പറയാനുള്ള അവസരം ഉണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ പറഞ്ഞത് ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആൺ പെൺ മിക്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മക്കയിൽ ഈ ഹജ്ജിന്റെ സമയത്ത് അവിടെ നടക്കുന്ന ഈ ജാക്കി വെപ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതിന്റെ ചിത്രങ്ങൾ വീഡിയോ ഒക്കെ വേറെ ഉണ്ട്, അത് ഞാൻ വേറെ വെച്ചത്. നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ പറഞ്ഞ മണ്ടത്തരം മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക. ഓക്കെ, മുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം, നിനക്ക് ആശ തീർക്കാം. ഇവിടെ നോണ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു ആധുനിക വൈദ്യത്തിന്റെ പിതാക്കന്മാരായിട്ടും കുറെ മുസ്ലിങ്ങളെ പേര് കിട്ടുന്നു കിട്ടും. ഇബ്നു സീന അവിടെ വിളിച്ചോണ്ടിരുന്നത് ലീഡർ ഓഫ് ദ കാഫിർ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്, മുസ്ലിം ആയിരുന്നില്ല. ഇന്ന് അവർ മുസ്ലിമാക്കി മാറ്റാണ്. അതേപോലെ ഈ പറയുന്ന അൽ റാസിയെ കുറിച്ച് പറയുന്നത് ഇത് ഹെററ്റിക് എന്നാണ് ആൾ വിളിച്ചോണ്ടിരുന്നത്. ഇതേപോലുള്ള ഗസാലി ഇമാമിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവരുടെ പിടിക്കപ്പെട്ടുണ്ടായുള്ള അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തട്ടിപ്പ് നടത്തുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വെല്ലുവിളി നമ്മൾ മുന്നേ വെച്ചിട്ടുണ്ട്. അതിൽ വന്നിട്ട് ആദ്യം പൊതുവേദിയിൽ വന്ന് സംവാദിക്കുക, അതിന് തയ്യാറാവും. അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് ചുരുണ്ട കാര്യം നേടാൻ നോക്കിയാൽ നടക്കില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ ഇടപെടാതിരിക്കൂ, ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ. അസ്വബ്റു നിസ്ഫുൽ ഈമാൻ. ഓക്കെ, ക്ഷമ കൈക്കൊള്ളും. ഓക്കെ, നിങ്ങൾ പറഞ്ഞ മണ്ടത്തിലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു. ഓക്കെ, നിർത്തി അവമാനിക്കുവാണെന്ന് അപ്പൊ ഞാനിതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ പ്രശ്നം എന്താണ്, ഇസ്ലാമാണ്. ഇവർ പറഞ്ഞ അല്പവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു, അതൊരു പ്രശ്നമാണ്. ഓക്കെ, അല്പവസ്ത്രം അല്ലെങ്കിൽ പിന്നെ എന്താണ് ധരിക്കേണ്ടത്? ഇവരുടെ തന്നെ ലോജിക്ക് എന്താണ്, പർദ്ദ അല്ലെങ്കിൽ ബിക്കിനി, ഇതല്ലാതെ അതിന്റെ ഇടയിൽ ഒരു സാധനം ഇല്ല ഇവർക്ക്. ആള് ചില്ലറയല്ല, ഇത്തിരി കട്ടിയുള്ളതാ. അപ്പൊ പിന്നെ അവിടുത്തെ കാര്യം എന്താണ്, പർദ്ദ ധരിക്കുക. ഇതാരാ പറഞ്ഞത്? ഇത് പറഞ്ഞത് താലിബാൻ പറയുന്നു. താലിബാൻ പറയുന്നത് എവിടെ നോക്കിയിട്ടാണ്? മുഹമ്മദ് നബി പറയുന്നത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് നോക്കിയിട്ട്. അപ്പൊ ഇസ്ലാമാണ് താലിബാൻ പറയുന്നത്, താലിബാൻ പറയുന്നതാണ് ഇവിടെ ഹിലാൽ ഇരുന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ ഇസ്ലാം? അപ്പൊ ഈ പറയുന്നത് താലിബാനിസമാണ്. പോയിന്റ് നമ്പർ 1. ഇനി അടുത്തത് പറഞ്ഞു മിക്സിംഗ്. നിങ്ങളൊന്ന് സമാധാനിക്കൂ പൊന്നു ഹിലാലെ, നിങ്ങൾ പറയുന്ന മണ്ടത്തിലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. ക്ഷമ കൈക്കൊള്ളൂ. അസ്വബ്റു നിസ്ഫുൽ ഈമാൻ. ക്ഷമ കൈക്കൊള്ളൂ. ഓക്കെ, ഞാൻ പറയട്ടെ. ശ്രീ ഹിലാൽ, ഞാൻ താങ്കളിലേക്ക് വരാം, താങ്കളിലേക്ക് എത്താം. കുറെ കൂടെ നെഞ്ചുറപ്പുള്ള ആരെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം, മനസ്സിലായോ? ഇങ്ങനെ താലിബാൻ എന്താ അവിടെ ചെയ്തത്? അവര് മറ കെട്ടാണ് ചെയ്തത്. ഇത് തന്നെയല്ലേ ഈ പറയുന്ന ഹിലാലിന്റെ ജ്യേഷ്ഠൻ ഇവിടെ പണ്ടൊരു ക്ലാസ് നടത്തിയതിന്റെ വീഡിയോ ഇവിടെ വൈറലാവുകയും ചിത്രം വൈറലാവുകയും ഇതുപോലെ സെഗ്രിഗേഷൻ നടത്തിക്കൊണ്ട് ക്ലാസ് നടത്തുന്നതിന്റെ ഒരു വലിയ വിവാദം ഇവിടെ ഉണ്ടായി. അതോടൊപ്പം തന്നെ മറ്റ് കല്യാണങ്ങൾക്ക് ഇത് ചെയ്യുന്നത് സംബന്ധിച്ച് സിനിമാ നടിമാർ ഇതിവിടെ പുറത്തു വന്നപ്പോൾ അതിവിടെ വലിയ ചർച്ചയുണ്ടായി. അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇത് പ്രശ്നമാകും. അത് നമ്മൾ ചർച്ച ചെയ്യും, അത് നമ്മൾ ചോദ്യം ചെയ്യും. ഇനി ഇവിടെ പ്രശ്നമാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ആർക്കാ പ്രശ്നമായിട്ടുള്ളത്? ഇവിടെ ഈ പറയുന്ന കുറച്ച് ഇത്തരത്തിലുള്ള വ്രണം പൊട്ടിയ ഇസ്ലാം മത വിശ്വാസികൾക്കല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ വ്രണം പൊട്ടിയോ? ഇല്ലല്ലോ. എല്ലാത്തിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വയ്ക്കും.
അപ്പൊ ഇവർക്ക് വ്രണം പൊട്ടുന്നതിന്റെ കാരണം എന്താണ്? ഈ മതത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇവരുടെ ധാർമ്മികത മതത്തിന്റേതാണെന്ന് പറയുന്നത്. അപ്പൊ ഈ മതം പഠിപ്പിക്കുന്ന ധാർമ്മികത എന്താണ്? പർദ്ദയിടണം. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വേഷത്തിന് പകരം പർദ്ദയിടണം, ഇതാണ് അവരുടെ ധാർമ്മികത. അപ്പൊ പടച്ചോൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു, അതാണ് ഇവരുടെ മതത്തിന്റെ ധാർമ്മികത. ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളിലെ നിങ്ങളൊന്ന് സമാധാനിക്കൂ. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ മിസ്റ്റർ ഹിലാൽ. ക്ഷമ കൈക്കൊള്ളൂ. അസ്വബ്രു നിസ്ഫുൽ ഈമാൻ. ഓക്കെ, ക്ഷമ കൈക്കൊള്ളൂ. നിങ്ങളൊന്ന് സമാധാനിക്കൂ. പറയട്ടെ, നിങ്ങൾ പറയുന്ന മണ്ടത്തിലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ? നിങ്ങൾ പറയുന്ന മണ്ടത്തിലൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾ കേക്ക്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇതുപോലെ ഇത്തരത്തിൽ ഏതൊരു വിഷയത്തിലും മതം കുത്തിത്തിരിക്കുന്ന പരിപാടി അത് ഈ ഇസ്ലാം മത വിശ്വാസികളുടെ ഭാഗത്ത് ഇതുപോലുള്ള വ്രണം പൊട്ടുന്ന വിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇത് മതേതര ഇടങ്ങളെ മതേതരമായി നിലനിർത്തുന്നതിന്റെ ഒരു ബാധ്യത നമുക്ക് പൊതുജനങ്ങൾക്കുണ്ട്. അതിന് ഇത്തരത്തിലുള്ള പുഴുക്കുത്തകളെ നമ്മൾ കൃത്യമായിട്ട് എതിർത്തിരിക്കണം. എനിക്കെല്ലാമായി തൃപ്തിയായി. ഒപ്പനയാണ് കളിക്കണമെന്ന് വിചാരിക്കാം, നിങ്ങൾ സമ്മതിക്കും. മ്യൂസിക് ഹറാമാണെന്ന് പറയും. പ്രസംഗിച്ച് നടന്ന ആളാണ് ഇവിടുത്തെ മുജാഹിദ് ബാലിശ്ശേരി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? കുട്ടികൾ നൃത്തം ചെയ്തതുകൊണ്ട്, എക്സർസൈസ് ചെയ്തതുകൊണ്ട്, സംഗീതം ആസ്വദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു ഉത്തരം എനിക്ക് ഇപ്പോഴും ലഭിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു വാല്യൂസിന്റെ പുറത്തേക്ക് അതായത് അപ്പോൾ മതം വിലക്കുന്ന ഒന്നും പാടില്ല എന്നതാണോ താങ്കൾ പച്ചയായി പറയുന്നത്? ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? സ്വാഭാവികമായിട്ടും മതം വിലക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. ഒരു എല്ലാ മതവിശ്വാസികളും അങ്ങനെ തന്നെ. അല്ല, അങ്ങനെയെങ്കിൽ ഇതെല്ലാ മതവിഭാഗവും തീരുമാനമെടുത്താൽ മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. എങ്ങനെയാണ് നമുക്കൊരു സമൂഹത്തിന് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുക? അതാണല്ലോ ആരിഫ് നേരത്തെ സൂചിപ്പിച്ചത്. നിങ്ങൾ എന്ത് വിവരക്കാനാണ് ഈ പറയുന്നത്? ഇപ്പൊ ഇവിടെ എന്റെ മുമ്പ് സംസാരിച്ച ഈ ഗ്രീൻ ഷർട്ട് ഇട്ട ആള്, ഇദ്ദേഹം ഇവിടെ പറഞ്ഞ വാക്കുകൾ എത്ര അൺപാർലമെന്ററി ആയ വാക്ക് പറഞ്ഞിട്ട് അഭിലാഷയിൽ ഇടപെട്ടു. രാവിലെ പരസ്പരമൊന്നും ഇല്ലാത്ത ഓരോ വർത്തമാനം പറഞ്ഞോണ്ടിരുന്നേ. എന്തായിരുന്നു അൺപാർലമെന്ററി? എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇവിടെ പറയൂ, ഞാൻ തിരുത്താം. പറഞ്ഞാൽ തിരുത്താം. ഏതാണ് വാക്കെന്ന് പറഞ്ഞ് ഞാൻ തിരുത്താം. എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ ചാട്ടം കണ്ടിട്ട്. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. പറയൂ വളരെ പെട്ടെന്ന്. ഇതെന്തിനാണ് ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അല്ല, വളഞ്ഞൊന്നുമല്ല. ഇപ്പോൾ മുഹമ്മദ് അമീർ കൃത്യമായി പറഞ്ഞു, മതം അനുശാസിക്കാത്തത് കൊണ്ട് ഇത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞു. അതെ, അത് കുത്തി ചോദിച്ചപ്പോഴാണല്ലോ പറയുന്നത്. ഇതിന്റെ ഒറ്റവാക്കിലുള്ള ഉത്തരല്ലേ ഞാൻ പറഞ്ഞത്. ഇതിന്റെ പ്രശ്നം ഇസ്ലാമാണ്. പിന്നെ വിഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. പോലെ മറ്റേ ഒരാള് ഫൈസി പറഞ്ഞത് ഇതിന് ആഭാസം. ഇതെന്താ ഇത് ചെയ്യുന്ന ഇത്തരം ഈ പറയുന്ന മോഡസ്റ്റിയും ഈ മത കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള ഇത്തരം തീട്ടൂരങ്ങളും ഇല്ലാത്ത മറ്റ് വിശ്വാസികളല്ലാത്ത ആളുകളില്ലേ, അവരെ ഇത് അവഹേളിക്കലല്ലേ? ഇത് അവർക്ക് ഇത് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ അവരെ ഈ പറയുന്ന ആഭാസം കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ന് വിളിക്കുന്നതിന് തുല്യമല്ലേ? അത് വേറൊരു വലിയ പോയിന്റ് ആണല്ലോ. എന്തുമാത്രം പോയിന്റുകളായി വീട്ടിൽ. സംശയമുണ്ട്, ഈ TK അഷ്റഫ് പറഞ്ഞ ഭാഷ എങ്ങനെയുണ്ട്? TK അഷ്റഫ് പറഞ്ഞ എന്താണ് ആ വാചകം നിങ്ങൾ വായിക്കും. ആണും പെണ്ണും ഇടകലർന്ന് അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നു. ആ ഒരു അധ്യാപകന്റെ ഭാഷാ രീതി എങ്ങനെയുണ്ട്? അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ വായിക്കാം. ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല കുട്ടികൾ സ്കൂളിൽ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വിഷയത്തിൽ ഒരാൾക്ക്, ഒരു വ്യക്തിക്കോ ഒരു സമുദായത്തിനോ ഒരു സംഘടനക്കോ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ഇന്നൊരു കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ ആൺ പെൺ തുള്ളലുകൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് എന്ന് എനിക്ക് ചോദിക്കേണ്ടത്. അല്ല, അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? മറ്റുള്ള അങ്ങനെ തുള്ളുന്നവരെയൊക്കെ ഒരു തരം അധിക്ഷേപിക്കലല്ലേ അത്? അതിലെ ഒരു ആഭാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തുള്ളുന്ന വിഭാഗങ്ങൾ ഉണ്ടാകും. അൺപാർലമെന്ററി എങ്കിൽ ഇതൊരു അൺപാർലമെന്ററി ഇല്ല എന്നുള്ളതാണ് എന്റെ പക്ഷം. ശരി. ശ്രീ ആരിഫ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. ഇടയ്ക്ക് താങ്കൾ കൈ ഉയർത്തിയിരുന്നു. എന്റെ സമാധാനം പോയോ? അതിവിടെ മീശല്ലാതെ താടി വെച്ചിരിക്കുന്ന ഒരാൾ ഒരു കാര്യം പറയണേ. ഇവിടെ ഈ മോഡസ്റ്റി എന്ന് പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാനിവിടെ അയാളുടെ പേര് പറഞ്ഞേക്കാം. നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള പ്രയോഗം നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് മനുഷ്യനെ കുറച്ച് ധൈര്യം വേണോടാ. ആ സ്പിരിറ്റിൽ എടുക്കൂ. പച്ച ഷർട്ട് എന്ന് വിളിക്കുമ്പോ തിരിച്ച് നമ്മൾ അങ്ങനെ വിളിക്കുള്ളൂ. ഓക്കെ. ഇപ്പൊ ഇവിടെ എന്റെ മുമ്പ് സംസാരിച്ച ഈ ഗ്രീൻ ഷർട്ട് ഇട്ട ആള്, എടാ നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ.
തീർച്ചയായും വളരെ ചുരുങ്ങിയ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം. ഇവിടെ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഇസ്ലാം ആചരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്ത്യയിലുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറഞ്ഞു ചർച്ചകൾ വേണ്ടിയിരുന്നു അല്ലെ, ചർച്ചകൾ വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. ചർച്ച വേണമെന്ന് ആദ്യം സമയം അതിക്രമിച്ചു പറയൂ. ചർച്ചകൾ വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. ആവാസം വിളിച്ചിട്ട് നിങ്ങൾ ചർച്ച വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നടക്കലുണ്ട്. മുഖ്യമന്ത്രി വിളിച്ചത് ആദ്യം നിങ്ങൾ തിരുത്ത്. വിസ്ഡത്തിന്റെ മുഖ്യമന്ത്രി ആ ചങ്ങായിയോട് ഉണ്ടാതിരിക്കാൻ പറയും. വിസ്ഡത്തിന്റെ പ്രതിനിധി മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള ലഹരി വിരുദ്ധമായി എന്റെ അമ്മയെ നാട്ടിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ മീറ്റിംഗിൽ വിസ്ഡത്തിന്റെ പ്രതിനിധി പങ്കെടുത്തു. ഡോക്ടർ ഷഹബാസ് അദ്ദേഹം പങ്കെടുത്തിരുന്നു. അത് ഇതേപോലെ എല്ലാ വിഷയത്തിലും കൃത്യമായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ തീരുമാനമാക്കാറുണ്ട്. അതിൽ ഒരാൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് യോജിച്ച് തീരുമാനമെടുക്കാറുണ്ട്. അതൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഈ വിഷയത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആഭാസം എന്ന് വിളിക്കാം. അത് പള്ളി പറഞ്ഞു. വിഷയം തന്നെയാണ് ഈ പറയുന്നത്. ഇസ്ലാമാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ തന്നെ പറഞ്ഞു മോഡസ്റ്റി എന്ന് പറയുന്നത് ഹയാ, അത് ഇസ്ലാമിലെ വിഷയമാണ്. നിങ്ങൾ പറയുന്നു അല്പവസ്ത്രം, അതിൽ ഇസ്ലാമിലെ പരിഹാരം എന്താണ്? പർദ. നിങ്ങൾ പറയുന്നു ആൺ പെൺ മിക്സിംഗ്, അതിന് ഇസ്ലാമിന്റെ പരിഹാരം എന്താണ്? ഈ പറയുന്ന സെഗ്രിഗേഷൻ. ഇത് ഇസ്ലാം അല്ലേ? അത് ഇസ്ലാമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുരുവട്ടിട്ട് എന്താ കാര്യം? എന്ത് പറ്റി രമണ? ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്.